ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരാഴ്ച മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ അതിൽ നിന്ന് പിന്മാറുമെന്നും കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് സാധ്യതകൾ വരുന്നു എന്നും. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജോ ബൈഡൻ ഞായറാഴ്ച മത്സരത്തിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് ആയിരിക്കും അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടി ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്നും വൻ പിന്തുണ കമല ഹാരിസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രമുഖരായ ഡെമോക്രാറ്റ് ഗവർണർമാരും സെനറ്റർമാരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പം ഇതിനകം തന്നെ കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കമല ഹാരിസ് പറയുകയും ചെയ്തു, ട്വീറ്റ് ചെയ്തു, ഞാൻ റൺ ഫോർ ദ പ്രസിഡന്റ്, ഞാൻ മത്സരിക്കുകയാണ്, ജോ ബൈഡന് നന്ദിയും പറഞ്ഞു. അപ്പോൾ വലിയ ഒരു വൻ തോതിലുള്ളൊരു പിന്തുണ ഇതിനകം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ജോ ബൈഡൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കമല ഹാരിസിന് ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്ന് വൻ പിന്തുണ ലഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ രണ്ട് പേരുടെ വ്യക്തതയില്ലായിരുന്നു. അതായത് ഡെമോക്രാറ്റ് പാർട്ടിയിൽ വളരെ സ്വാധീനമുള്ള മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സ്പീക്കർ, അവിടുത്തെ പാർലമെന്റ് സ്പീക്കറായിരുന്ന നാൻസി പെലോസിയും ഇതുവരെ പരസ്യമായിട്ട് കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ബരാക് ഒബാമയും പെലോസിയും ഒഴിച്ചുള്ള പ്രധാന ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കളെല്ലാം തന്നെ കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന്. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു നിലപാട് ഒബാമയും പെലോസിയും എടുക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടുന്ന അതിൻ്റെ അകത്തൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ ജോ ബൈഡന്റെ പ്രായാധിക്യം കാരണം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ജൂൺ മാസം അവസാനം നടന്ന ഡിബേറ്റിൽ നിലവിലുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് മത്സരിച്ച് ഒരു മാച്ച് ചെയ്യാൻ ബൈഡന് പറ്റിയില്ല. അഭിപ്രായ വോട്ടെടുപ്പിലെല്ലാം ബൈഡൻ പിന്മാറിപ്പോയി. അപ്പോൾ ട്രംപിന് മേൽക്കൈ കിട്ടി. ആ ഒരു ഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ട് വരുന്ന റിപ്പോർട്ടുകളിൽ, അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടൊരു കാര്യം, ഇപ്പോഴത്തെ ഒബാമയുടെ മൗനം എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഒബാമയുടെ ഭാര്യയുടെ പേര് വരെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഇടയ്ക്ക് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മിഷേൽ ഒബാമയുടെ പേരുൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ നാൻസി പെലോസിയും ഈ മോഹം ഉള്ളിൽ വെക്കുന്ന ഒരാളാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതായത് രണ്ട് വനിതകൾ, ഒന്ന് ഒബാമയുടെ ഭാര്യ, രണ്ട് പാർലമെന്റ് സ്പീക്കറായിരുന്ന പെലോസിയുടെ പേര്, ഇവർക്ക് രണ്ടുപേർക്കും ബൈഡൻ മാറുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് മോഹമുണ്ടായിരുന്നിരിക്കാം. നമുക്ക് ഊഹിക്കാം, രാഷ്ട്രീയത്തിൽ എന്തും എങ്ങനെയും വരുമല്ലോ. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ജോ ബൈഡൻ താൻ പിന്മാറുന്നു, തൻ്റെ പിൻഗാമി, തനിക്ക് പകരം കമല ഹാരിസ് വരട്ടെ എന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ ഇക്വേഷൻ മാറി. അപ്പോൾ ഒബാമയുടെയും പെലോസിയുടെയും മൗനം എപ്പോൾ ഭഞ്ജിക്കപ്പെടുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ ഇനിയും ഡെമോക്രാറ്റ് കൺവെൻഷൻ നടക്കാൻ ഇനിയും ഒരു മാസം ബാക്കിയുണ്ട്. സെപ്റ്റംബറിലാണ് കൺവെൻഷൻ. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബറിലായിരിക്കും കൺവെൻഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഒബാമയുടെ മൗനവും പെലോസിയുടെ മൗനവും എന്താവട്ടെ, ഒരു കാര്യം നമുക്കിതിനകത്ത് തീർച്ചയാക്കാം, കമല ഹാരിസ് വളരെ മുന്നേറി കഴിഞ്ഞു. ഡെമോക്രാറ്റ് പാർട്ടിയുടെ നേതാക്കളുടെ പിന്തുണ നേടുന്നതിൽ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു കമല ഹാരിസ്. അതുകൊണ്ട് തന്നെ ഒബാമയ്ക്ക് ഇനി മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരും, പെലോസിക്കും ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പം കമല ഹാരിസ് ട്രംപിനെതിരെ മത്സരിക്കുന്നു എന്നതുകൊണ്ട് അവർ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകുകയോ ആകാതിരിക്കട്ടെ, പക്ഷേ ആദ്യ ആഫ്രിക്കൻ സൗത്ത് ഏഷ്യൻ വംശജയായ ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്.
നമുക്ക് കമല ഹാരിസിൻ്റെ അച്ഛൻ ജമൈക്കൻ വംശജനാണ്, അമ്മ നമ്മുടെ തമിഴ്നാട്ടുകാരിയാണ്, അറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോ നമ്മളിതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇന്ത്യൻ വംശജ, പിതാവ് ജമൈക്കൻ, അമേരിക്കൻ ബ്ലഡ് ഒന്നുമില്ല, അവിടേക്ക് കുടിയേറിപ്പോയവർ. അപ്പോൾ അതിൽ അവരുടെ ഒരു മകൾ നാളെ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയോ ആകാതിരിക്കാവട്ടെ, പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു സ്ത്രീ മത്സരിക്കുന്നത് തന്നെ ഒരു അപൂർവത അതിനകത്ത് ഇപ്പോൾ വരികയാണ്. ഔദ്യോഗികമായിട്ട് ഡെമോക്രാറ്റിക് കൺവെൻഷനിലാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ പോലും കമല ഹാരിസിന് അപൂർവഭൂതമായ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ. ഇനിയിപ്പം ഒബാമയും പെലോസിയും കൂടി പിന്തുണച്ചാൽ പിന്നെ ഫുൾ സർക്കിളായി കഴിഞ്ഞു. അത് വൈകാതെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഒബാമയോ പെലോസിയോ ഇതിനൊരു എതിർപ്പുമായിട്ട് രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ ഒരു പൊതുവെയുള്ള പിന്തുണ കമല ഹാരിസിന് ഇപ്പം തന്നെ ജോ ബൈഡന്റെ പിന്മാറ്റത്തോടുകൂടി തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രായം ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 81 വയസ്സായിരുന്നു ജോ ബൈഡന്. പ്രായാധിക്യവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇടയ്ക്ക് കോവിഡ് വന്നു, അദ്ദേഹം പ്രചരണത്തിൽ നിന്ന് പിന്മാറി വിശ്രമം എടുക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഡെമോക്രാറ്റ്സിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദം ബൈഡന് മേൽ വന്നു, പിൻവാങ്ങുക, പകരം ഒരാളെ അല്ലെ കമല ഹാരിസിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്ന് വന്നതിൽ നിന്നുമാണ് ഇപ്പം തീരുമാനം വന്നത്. അപ്പം ഇപ്പോൾ ഇനി പ്രശ്നം, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമായ മറ്റൊരാൾ മത്സരിക്കുന്നു, ട്രംപിന് 78 വയസ്സുണ്ട്. പ്രായാധിക്യം കാരണമാണ് ബൈഡൻ പിന്മാറിയത്. 81 വയസ്സ്. ട്രംപിന് 78 വയസ്സുണ്ട്. കമല ഹാരിസിന് 59 വയസ്സേ ഉള്ളൂ. അപ്പം പ്രായവും ഇതിലൊരു ഘടകമായിട്ട് വരും. ആരൊക്കെ? കമലയും ട്രംപും മത്സരിക്കുമ്പോൾ പിക്ചറിൽ ഇനി ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും കമല ഹാരിസ് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രായം അവിടെയും ചർച്ചയാവും. ദ ഓൾഡസ്റ്റ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഇൻ ഹിസ്റ്ററി ആയിട്ട് ആര് മാറുന്നു? ഡൊണാൾഡ് ട്രംപ് മാറുന്നു. കാരണം 4 വർഷം മുമ്പ് ബൈഡൻ പ്രസിഡന്റ് ആകുമ്പോൾ ഇത്രയും പ്രായമില്ലല്ലോ. 4 വർഷം കൊണ്ടല്ല ഇപ്പം 81 വയസ്സായത്. അപ്പോൾ 78കാരനായ ട്രംപ് മത്സരിക്കുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒരാൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആ പേരും ഡൊണാൾഡ് ട്രംപിന്റെ പേരിലായിരിക്കും. കാരണം ബൈഡനെ പ്രായത്തിന്റെ പേരിൽ അപഹസിച്ച ട്രംപിന് നേരെ ഒരു ബൂമറാങ് പോലെ വരുന്ന തിരിച്ചടിയാണിത്. എതിർക്കുന്നത് കമല ഹാരിസ് ആണെങ്കിൽ ചെറുപ്പം, ട്രംപിനേക്കാൾ എത്രയോ ചെറുപ്പം. അപ്പം ഇത് അമേരിക്കൻ ഇലക്ഷനിൽ ഒരു വലിയ വിഷയം, ഒരു ചർച്ചയായിട്ട് മാറാനാണ് സാധ്യത. നമുക്ക് കാത്തിരുന്നത്.